بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട ചില അഹ്കാമുകൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉദ്ഹിയത്ത് മശ്റൂആക്കപ്പെട്ടതാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള അറക്കൽ. അതുപോലെ തന്നെ വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലൈഹി, ഓരോ ഉമ്മത്തിനും അള്ളാഹുവിന്റെ ദിക്റിനെ പുകഴ്ത്തൽ, അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി ഓരോ ഇബാദത്തുകൾ നൽകിയിട്ടുണ്ട്. ഈ ഉമ്മത്തിന് നൽകിയത് ഉദ്ഹിയത്താണ്, അറവാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ഹി ബികബ്ശൈനി അംലഹൈനി അഖറനൈനി വയദഉ റിജ്ലഹു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ആടിനെ ഉദ്ഹിയത്ത് അറുക്കുമായിരുന്നു. അംലഹൈനി, അംലഹ എന്ന് പറഞ്ഞാൽ കറുപ്പും വെളുപ്പും നിറമുള്ള ആട്. അതുപോലെ തന്നെ അഖറനൈനി, രണ്ട് കൊമ്പുകളുള്ള ആട്. കൊമ്പുള്ള കബിഷ് എന്ന് പറഞ്ഞാൽ ആണാട് എന്നാണ്, ആണാടിനാണ് കബിഷ് എന്ന് പറയുന്നത്. ഇപ്പൊ കൊമ്പുള്ള വെള്ളയും കറുപ്പുമുള്ള രണ്ട് ആടിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കുമായിരുന്നു. അറുക്കുന്ന രൂപം വയദഉ റിജ്ലഹു അലാ സഫ്ഹതിഹിമ, ആ ആടിനെ കിടത്തി അതിന്റെ പിരടിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് കയറ്റി വെക്കും, മുട്ടുകാല്. എന്നിട്ടായിരുന്നു അറുത്തിരുന്നത്. ثم أخذها وأخذ الكبش فألجعه. സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ കിടത്തി എന്നിട്ട് അറുക്കും. ثم قال, അറുക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ബിസ്മില്ലാഹി അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദിൽ നിന്നും നീ ഇത് സ്വീകരിക്കണം. വ ആലി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും. വമിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്റെ ഉമ്മത്തിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഇതാണ് ഉദ്ഹിയത്ത് സുന്നത്താണ് എന്നതിനുള്ള, മശ്റൂ ആണ് എന്നതിനുള്ള തെളിവ്. അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഷഹിദ്തു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അൽഹ ബിൽ മുസല്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഈദുൽ അൽഹ നിസ്കാരത്തിൽ പങ്കെടുത്തു. ഫലമ്മാ ഖളാ ഖുത്ബതഹു നസല മിൻ മിൻബരിഹി, ഖുത്ബ നിർവഹിച്ച് റസൂൽ മിൻബറിൽ നിന്നും ഇറങ്ങി. വഉതിയ ബികബ്ശിൻ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഉദ്ഹിയത്ത് അറുക്കുന്നതിന് വേണ്ടി ഒരാടിനെ കൊണ്ടുവരപ്പെട്ടു. ഫദബഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, അല്ലാഹുവിന്റെ റസൂൽ അതിനെ തങ്ങളുടെ കൈ കൊണ്ട് അറുത്തു. വഖാല, ആ സമയത്ത് റസൂൽ പറഞ്ഞു, ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, ഹാദാ അന്നി വഅൻ ലം യുളഹി മിൻ ഉമ്മത്തി, അല്ലാഹുവേ ഇത് എന്നിൽ നിന്നും അതുപോലെ തന്നെ എന്റെ ഉമ്മത്തിൽ ഉദ്ഹിയത്ത് അറുക്കാത്തവരിൽ നിന്നുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി അറുത്തു, കുടുംബത്തിന് വേണ്ടി ഉമ്മത്തിന് വേണ്ടി റസൂൽ അറുത്തു. ഇതാണ് ഉദ്ഹിയത്ത് മശ്റൂആയ ഇബാദത്താണ് എന്നതിന്റെ തെളിവ്. രണ്ടായത്തും രണ്ട് ഹദീസും പറഞ്ഞു. അടുത്തത് ഉദ്ഹിയത്തിന്റെ ഹുക്ം എന്താണ്? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഉദ്ഹിയത്തിന്റെ ഹുക്ം സുന്നത്തുൽ മുഅക്കദ, മുഅക്കദായ സുന്നത്താണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്, ഉദ്ഹിയത്ത് വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഖാല ഇബ്നു ഖുദാമ റഹിമഹുല്ലാ, ഹംബലി മദ്ഹബിലെ പണ്ഡിതനാണ് ഇബ്നു ഖുദാമ. അദ്ദേഹം പറയാൻ, അൽ ഉദ്ഹിയത്തു സുന്നത്ത്, ഉദ്ഹിയത്ത് എന്നുള്ളത് സുന്നത്താണ്, അത് ഉപേക്ഷിക്കല് നല്ലതല്ല. സുന്നത്താണെങ്കിലും ഉദ്ഹിയത്ത് കഴിവുള്ള ഒരാള് ഉദ്ഹിയത്ത് ഉപേക്ഷിക്കുക എന്നുള്ളത് നല്ലതല്ല. അധിക പണ്ഡിതന്മാരും അത് മുഅക്കദായ സുന്നത്താണ് എന്ന അഭിപ്രായക്കാരാണ്.
അതാണ് സഹിയായ അഭിപ്രായം. ഉലഹിയത്ത് മുഅക്കദായ സുന്നത്താണ്. ചില പണ്ഡിതന്മാര് വാജിബാണെന്നും പറയുന്നുണ്ട്. അതാണ് ഉലഹിയത്തിന്റെ ഹുക്ം. അടുത്തത് ഉലഹിയത്തിന്റെ ഷർത്തുകൾ, ശുറൂത്തുൽ ഉലഹിയ. 4 പ്രധാനപ്പെട്ട ഷർത്തുകളാണ് ഉലഹിയത്തിനുള്ളത്. അതിലൊന്ന് അൻ തകൂന മിൻ ബഹീമത്തിൽ അൻആം. ഉലഹിയത്ത് ബഹീമത്തുൽ അൻആമിൽ നിന്നാകണം. ബഹീമത്തുൽ അൻആം ഏതൊക്കെയാ? ആട്, പശു, ഒട്ടകം. ഇതാണ് ബഹീമത്തുൽ അൻആം. ഇതിൽ നിന്നാണ് ഉലഹിയത്ത് അറക്കേണ്ടത്. ഇതല്ലാത്ത മറ്റേത് മൃഗം അറുത്താലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല, ഉലഹിയത്തായിട്ട് പരിഗണിക്കുന്നതുമല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വലം യുഅറഫ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അറിയപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ വലാ അൻ അസ്ഹാബിഹി, റസൂലിന്റെ സഹാബാക്കളിൽ നിന്നും അറിയപ്പെട്ടില്ല. ഹദിയുൻ വലാ ഉളുഹിയത്തുൻ വലാ അഖീഖത്തുൻ, അഖീഖയും ഉളുഹിയത്തും ഹദിയും. ഹദിയും ഉളുഹിയത്തും തമ്മിലുള്ള വ്യത്യാസം, ഹദിയ് ഹാജിമാർ അറക്കുന്നത്, ഉളുഹിയത്ത് ഹാജിമാരല്ലാത്തവർ അറക്കുന്നത്. പിന്നെ അഖീഖത്ത്. ഈ 3 കാര്യങ്ങളും റസൂലും സഹാബാക്കളും അറുത്തത് അതിൽ നിന്നാണ്, ബഹീമത്തുൽ അൻആമിൽ നിന്ന്. ഇതല്ലാത്ത വേറൊരു മൃഗത്തെ അവർ അറുത്തതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. അപ്പൊ അറുക്കേണ്ടത് ഒന്നാമത്തെ ഷർത്ത് എന്താണ്? ബഹീമത്തുൽ അൻആമിൽ നിന്നാകണം അറുക്കേണ്ടത്. രണ്ടാമത്തെ ഷർത്ത് അൻ തബ്ലുഗ അസ്സിന്നൽ മുഅ്തബർ, പരിഗണിക്കപ്പെടുന്ന പ്രായപരിധി എത്താണ്. ഓരോ മൃഗത്തിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറക്കേണ്ട, ഉലഹിയത്ത് അറക്കാൻ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഒട്ടകത്തിന്റെ പ്രായപരിധി 5 വർഷം പൂർത്തിയാകും. 5 വയസ്സ് പൂർത്തിയാകും. 5 വയസ്സ് പൂർത്തിയാകുന്ന ഒട്ടകത്തിനാണ് അറക്കേണ്ടത്. 4 വയസ്സിൽ ഒട്ടകത്തെ അറത്താൽ ആ ഉലഹിയത്ത് സഹീഹല്ല. കാരണം ഒരു ഷർത്ത് നഷ്ടപ്പെട്ടു. ഷർത്ത് നഷ്ടപ്പെട്ട ഈ ഭാഗത്ത് എന്തല്ല, സഹീഹായി പരിഗണിക്കുകയില്ല. പശുവിന് 2 വയസ്സ് പൂർത്തിയായത്, 2 വയസ്സ് പൂർത്തിയായി 3ലേക്ക് കടന്നത്. ആട്, സാധാരണ നമ്മുടെ നാട്ടിൽ ആട് 1 വർഷം പൂർത്തിയായി. അത് ചെമ്മരി ആടാണെങ്കിൽ 6 മാസം പൂർത്തിയായി. 2 ആട് വ്യത്യാസമില്ലേ? ഒന്ന് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആട്, മറ്റേത് ചെമ്മരി ആട്. 6 മാസം പൂർത്തിയായത്. ഇതാണ് കണക്ക്. ഈ പ്രായപരിധി തെറ്റിച്ചിട്ടുള്ള അറവ് എന്തല്ല, സഹീഹല്ല. കാരണം അതിന്റെ ഷർത്ത് നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ ഷർത്ത് അൻ തകൂന സലീമതൻ മിനൽ ഉയൂബ്, അയ്ബുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്നും അത് സുരക്ഷിതമായിരിക്കണം. അൻ തകൂന സലീമതൻ മിനൽ ഉയൂബ്, ഉയൂബുകളിൽ നിന്നും സുരക്ഷിതമായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട 4 അയ്ബുകളെ, ന്യൂനതകളാണ് എടുത്തു പറഞ്ഞത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമുക്കിടയിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അർബഉൻ ലാ തജൂസുൽ അളാഹി, ഉളഹിയത്ത് അറക്കാൻ പറ്റാത്ത 4 കാര്യങ്ങൾ. ഉളഹിയത്ത് അറക്കാൻ പറ്റാത്ത മൃഗങ്ങൾക്കുള്ള 4 വിശേഷങ്ങൾ. ഒന്ന് അൽ ഔറാഉ അൽ ബയ്യിനു അവറുഹ, കോങ്കണ്ണുള്ളത്, കണ്ണിന്റെ സ്ഥാനം മാറിയത്. അപ്പം വ്യക്തമായി കണ്ണിന്റെ സ്ഥാനം മാറി, കണ്ണിന് രോഗമുള്ളത്, കണ്ണിന്റെ സ്ഥാനം മാറിയത്, കോങ്കണ്ണുള്ള മൃഗം. രണ്ടാമത്തത് അൽ മരീലതു അൽ ബയ്യിനു മറദുഹ, വ്യക്തമായ രോഗമുള്ളത്. ആ രോഗം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയണം, അതിന്റെ ശരീരത്തിൽ അത് കാണാൻ കഴിയുന്ന രോഗം, വ്യക്തമായ രോഗമുള്ളത്. മൂന്നാമത്തത് അൽ അർജാഉ അൽ ബയ്യിനു അറജുഹ, നടക്കാൻ പ്രയാസമായ രീതിയിൽ മുടന്തുള്ളത്, കാലിന് മുടന്തുള്ളത്. നാലാമത്തത് അൽ അജ്ഫാഉ അല്ലതി ലാ തുൻഖി, ശരീരത്തിൽ മാംസമില്ലാതെ മെലിഞ്ഞിട്ട്
ശരിക്കും നടക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ കഴിയാത്തത്, മെലിന് ആരോഗ്യമില്ലാത്ത കൊള്ളു. ഈ 4 ന്യൂനതകളാണ് റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു ഈ 4 എണ്ണവും ഇതിനേക്കാൾ മോശമായത്. ഈ 4 മാത്രമല്ല, റസൂൽ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇതേപോലുള്ള എന്ത് ന്യൂനത ഉണ്ടെങ്കിലും ആ മൃഗത്തെ അറുക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ഇതിനേക്കാൾ മോശമായത്, ഇപ്പൊ കണ്ണ് കോകണ്ണെന്നാ പറഞ്ഞു, അപ്പൊ കണ്ണ് കാണാത്തത് തീരെ പറ്റൂല. കാല് മുടന്തം കാലെന്നാ പറഞ്ഞത്, കാലില്ലാത്തത് തീരെ പറ്റൂല. അൽ ഔലാബിഹ, ഇതിനേക്കാൾ ഔലയാണ് എന്തായാലും പറ്റൂല. അപ്പൊ ഇതുപോലുള്ളതും ഇതിനേക്കാൾ കൂടിയതുമായ ന്യൂനതയുള്ള മൃഗങ്ങള് ഉളഹിയത്തിലോ അഖീഖയിലോ ഹദിയിലോ അറുക്കാൻ പറ്റുകയില്ല. അപ്പൊ ഈ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമായിരിക്കണം. അതാണ് മൂന്നാമത്തെ ഷർത്ത്. നാലാമത്തത് അൻ തുസ്ബഹ ലിവഖ്തിൻ മുഅയ്യനിൻ ലിദബ്ഹിഹ, അറുക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അറുക്കണം. അറുക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അറുക്കണം. പക്ഷെ അതിന്റെ സമയം നമുക്ക് വിശദീകരിക്കാം. ഇതാണ് 4 ഷർത്തുകൾ. ഈ 4 ഷർത്ത് പൂർണ്ണമായാലേ ഒരാളുടെ ഉളഹിയത്ത് ശരിയാവുക. ഇതിലേതെങ്കിലും ഒന്നിന് നഷ്ടപ്പെട്ട ഉളഹിയത്ത് സഹീല. കാരണം ഷർത്ത് നഷ്ടപ്പെട്ട ഇബാദത്തായി പരിഗണിക്കുകയില്ല. അടുത്തത് ഒരു മസ്അല, ഓരോ മസ്അലകൾ പറയാണ് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ മസ്അല, ഒരു ഗൃഹനാഥൻ, ഒരാള് അദ്ദേഹം ഒരു ഉളഹിയത്തിന് അറുത്താൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും അത് മതിയായതാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കുന്ന, അദ്ദേഹത്തിന്റെ കുടുംബക്കാരുണ്ടാവുള്ളൂ, അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആൾക്കാർ, അവർക്കും ആ അദ്ദേഹം അറുത്തത് എത്ര അധികം ഉണ്ടെങ്കിലും, ആ കുടുംബം എത്ര വലിയ കുടുംബമാണെങ്കിലും ആ ഗൃഹനാഥൻ ഒരാള് അറുത്താൽ മതി. ഇപ്പൊ ഖത്താബിയുടെ ഒരു കൗല് പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കുന്ന ആയിഷ റളിയല്ലാഹു ഹദീസ് അല്ലേ, നേരത്തെ ആദ്യം പറഞ്ഞ ഹദീസ്, അതില് റസൂലിന്റെ വാക്ക് എന്താണ്? തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. ആലി മുഹമ്മദ് ആരാ? റസൂലിന്റെ ആളാണ്, സൗജാത്തുഹു റസൂലിന്റെ ആളാണ്. അതുപോലെ തന്നെ ആലു ജാഫർ, ആലു അഖീൽ, ആലു അലി, അവരൊക്കെ ആളല്ലേ. അപ്പൊ ഈ വലിയ കുടുംബമാണ് അള്ളാഹു റസൂലിന്റെ കുടുംബം. അവർക്കൊക്കെ എന്ത് ചെയ്തു? അള്ളാഹു റസൂൽ ഒരാളെടുത്താൽ മതിയായതാണ്. അതുപോലെ തന്നെ വമിൻ ഉമ്മത്തി മുഹമ്മദ്, റസൂലിന് മാത്രം പ്രത്യേകത ഉള്ളതാണ്. റസൂലിന്റെ ഉമ്മത്തിന് വേണ്ടി ഇറക്കാനുള്ളത്, നമുക്കതില്ല. നമുക്ക് മറ്റുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇറക്കാനില്ല, നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇറക്കാം. അപ്പൊ ഈ ഹദീസാണ് എന്ത്, ഈ പറയപ്പെട്ട കാര്യത്തിന് തെളിവ്. ഒരാൾ ഇറത്താൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത് മതിയായതാകുന്നു. ഇതൊക്കെ സഹാബകൾ അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബൂ ഹുറൈറ, ഇവരൊക്കെ ഈ രീതിയിൽ കുടുംബത്തിന് വേണ്ടി അറുത്തവരാണ്. പിന്നെ അറുക്കേണ്ട രൂപം, രണ്ടാമത്തെ മസല, അറുക്കേണ്ട രൂപം. ഒട്ടകത്തിന് അറുക്കേണ്ടത് നിർത്തിയിട്ടാണ്, അതിനെ കുറിച്ച് കിടത്താൻ പാടില്ല. നിർത്തിയിട്ട് അതിന്റെ ഇടത്തെ ഭാഗത്തുള്ള മുമ്പിലുള്ള കാല്, 4 കാലില് ഇടത്ത് സൈഡിലുള്ള മുമ്പിലുള്ള കാല്, അത് മടക്കി കെട്ടണം. അത് മടക്കി പിടിച്ച് കെട്ടണം. എന്നിട്ട് ആ 3 കാലിൽ നിർത്തിയിട്ടാണ് ഒട്ടകത്തെ അറുക്കേണ്ടത്. അതാണ് സുന്നത്തായ രൂപം. 3 കാലിൽ നിർത്തിയിട്ടോ മുമ്പിലെ ഇടത്ത് സൈഡിലുള്ള കാല് മടക്കി പിടിച്ച് കെട്ടുക. എന്നിട്ട് 3 കാലിൽ നിർത്തിയിട്ടാണ് ഒട്ടകത്തിന് അറുക്കേണ്ടത്. എന്നാണ് രൂപം. ആടിനെയും മറ്റുള്ള പശുക്കളെയൊക്കെ എന്താണ്, കിബിലക്ക് തിരിച്ച് കിടത്തി, ഇടത്ത് സൈഡിലേക്ക് കിബിലക്ക് തിരിച്ച് കിടത്തി അറുക്കാം. ഇടത്ത് സൈഡിലേക്ക് ചെരിച്ച് കിടത്തി കിബിലക്ക് അഭിമുഖമായി കിടത്തി അറുക്കൽ, അതാണ് സുന്നത്തായ രൂപം, അറുക്കലിന്റെ സുന്നത്തായ രൂപം. ഇബ്നു അബ്ബാസ്, ജാബിർ ബിൻ അബ്ദുല്ല, അബ്ദുല്ലാഹ് ബിൻ ഉമർ, ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ച സഹാബിയാണ്. എല്ലാത്തിനും ഹദീസ് തെളിവുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കാൻ പറഞ്ഞതും അറുക്കാൻ കൽപ്പിച്ചിരുന്ന രൂപങ്ങൾ. അടുത്ത മസാല, അറുത്തിട്ട് ആ മാംസം എന്താ ചെയ്യേണ്ടത്? അത്തർച്ച ഉണ്ടാവല്ലോ, എന്ത് ചെയ്യണം? അതില് ഒന്നെന്താ പറഞ്ഞ, ഫകുലു മിൻഹ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, ഖുർആനാണ്. ഫകുലു മിൻഹ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്നും അറുത്ത ആൾക്ക് ഭക്ഷിക്കാം. ഭക്ഷിക്കുന്ന പ്രത്യേക സുന്നത്താണ്.
ഉലഹിയത്ത് അറുത്ത ആള് ആ അർത്ഥ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കല് പ്രത്യേക സുന്നത്ത. ഫകുലൂ മിൻഹ, ഈ കൽപ്പന ഉണ്ടായതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് തിന്നുക. അതുപോലെ തന്നെ വാത്ഇമു അൽ ഖാനിഅ വൽ മുഅ്തർ, ഖാനിഅ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരുന്ന ആൾ, ഫഖീറന്മാർ, ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ അത് സദഖ ചെയ്യുക. അത്ഇമു, അവരെ ഭക്ഷിപ്പിക്കുക. അതുപോലെ തന്നെ വൽ മുഅ്തർ, മുഅ്തർ എന്ന് പറഞ്ഞാല് ചോദിക്കൂല, പക്ഷെ അവൻ ആവശ്യക്കാരനായിരിക്കും, അവൻ ആവശ്യക്കാരനായിരിക്കും, ചോദിക്കൂല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? കൊടുക്കുക. അഥവാ സ്വന്തം ഭക്ഷിക്കുകയും ചെയ്യാം, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യാം, സദഖ ചെയ്യുകയും ചെയ്യാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുലു വഅത്ഇമു വദ്ഖിറു, മൂന്നും പറഞ്ഞു. കുലു, നിങ്ങൾക്ക് തിന്നാം, എത്ര വേണമെങ്കിലും തിന്നാം. വഅത്ഇമു, അതുപോലെ നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് സദഖയായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വദ്ഖിറു, അത് ഞങ്ങൾക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കുകയും ചെയ്യാം. ഏത് രീതിയിൽ എന്ത് ചെയ്യാം? ഉലഹിയത്തിന്റെ മാംസം ചെയ്യാം. അടുത്ത മസല ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാം, സദഖയായിട്ട് കൊടുക്കാം. സദഖ എന്ന നിലയിൽ കൊടുക്കാൻ പ്രശ്നമില്ല, ആവശ്യക്കാർക്ക്. ഇനി മയ്യത്തിന് വേണ്ടി അറുക്കൽ, മരിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അറുക്കൽ, അത് ജായിസാണ്. മരിച്ച ആൾക്ക് വേണ്ടി അറുക്കുക എന്നുള്ളത് ജായിസാണ്, അനുവദിക്കപ്പെട്ട കാര്യം. ഇപ്പം മരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നോമ്പൊക്കലുണ്ട്, മരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യലുണ്ട്. അതേപോലെ മരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി അറുക്കുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാം, തജൂദുൽ ഉദ്ഹിയതു അനിൽ മയ്യിതി കമാ യജൂദുൽ ഹജ്ജു വസ്സദഖതു അൻഹു. മയ്യത്തിന് വേണ്ടി സദഖ ചെയ്യൽ ജായിസായതുപോലെ, മയ്യത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ജായിസായതുപോലെ, മയ്യത്തിന് വേണ്ടി ഉദ്ഹിയത്ത് അറുക്കലും. ഇപ്പൊ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു, അദ്ദേഹം ഉദ്ഹിയത്ത് അറുത്തിട്ടില്ല, അപ്പൊ അദ്ദേഹത്തിന് പകരം ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടി ഉദ്ഹിയത്ത് അറുക്കാം. അടുത്ത മസാല, ഉദ്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ, ദുൽഹിജ്ജ എന്ന മാസപ്പിറവി നിങ്ങൾ കണ്ടാൽ, വഅറാദ അഹദുകും അൻ യുളഹിയ, നിങ്ങൾ ആരെങ്കിലും ഉദ്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ദുൽഹിജ്ജ പറഞ്ഞു, അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഫല്യുംസിക് മിൻ ശഅരിഹി വഅദ്ഫാരിഹി, അവന്റെ നഖം, മുടി, ഇത് രണ്ടും നീക്കാൻ പാടില്ല ശരീരത്തിൽ. ഏത് മുടിയായാലും ശരീരത്തിൽ നിന്ന് മുടി നീക്കാൻ പാടില്ല, അതുപോലെ തന്നെ നഖവും നീക്കാൻ പാടില്ല, അറുക്കുന്നത് വരെ. ദുൽഹിജ്ജ മാസം തുടങ്ങിയത് മുതൽ അറുക്കുന്നത് വരെ മുടിയും നഖവും ശരീരത്തിൽ നിന്നും നീക്കാൻ പാടില്ല. എന്ന് ദുൽഹിജ്ജ തുടങ്ങി, ദുൽഹിജ്ജ മാസം തുടർന്നുകൊണ്ടേയിരിക്കുക, അതിന്റെ ഇടയിലാണ് അവൻ അറക്കാൻ നീയത്ത് തൊട്ടുണ്ടെങ്കിൽ, എപ്പോഴാണ് നീയത്ത് തുടങ്ങുന്നത് അത് മുതൽ അവൻ എന്ത് ചെയ്യണം? മുടി എടുക്കാൻ പാടില്ല, നഖം എടുക്കാൻ പാടില്ല. അറക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരാൾ, ഇപ്പൊ ഒരാൾ കുടുംബത്തിലുള്ള ഒരാൾ അറക്കുന്നുണ്ടെങ്കിൽ ആ അറക്കാൻ ഉദ്ദേശിക്കുന്ന ആള് മാത്രം ആക്കിയാൽ മതി. എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? അറക്കാൻ മറ്റൊരാൾ ഏൽപ്പിക്കും, വക്കാലത്ത് ഏൽപ്പിക്കും. ഇവർ പഠിച്ചല്ലേ വക്കാലത്ത്, എന്ത് ചെയ്യാം? നിയാബത്തുള്ള ഏത് അമലിന് വക്കാലത്ത് ഏൽപ്പിക്കാം. ആ വക്കാലത്ത് ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കപ്പെട്ട ആൾ ചെയ്യേണ്ട ആവശ്യമില്ല, നഖം മുടിയും മുറിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആരാണ് നീയത്ത് ചെയ്തത് അയാളാണ് നഖം മുടിയും എടുക്കാതിരിക്കേണ്ടത്, അറക്കാൻ ഉദ്ദേശിച്ച ആള്. മനസ്സിലായില്ലേ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അടുത്തത് അറുക്കേണ്ട സമയം. അടുത്ത മസല അറുക്കേണ്ട സമയം. ജുൻദുബ് ബിൻ സുഫ്യാൻ അൽ ബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, സല്ലൈന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിനെ ഇവിടെ ഈദുൽ അദ്ഹ നിസ്കരിച്ചു. فإذا أناس قد ذبحوا ضحاياهم قبل الصلاة. അങ്ങനെ റസൂൽ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴാണ് റസൂൽ ഒരു വിഭാഗം ആൾക്കാരെ കാണുന്നത്. അവരെന്ത് ചെയ്തു? റസൂൽ നിസ്കരിക്കുന്നതിന്റെ മുമ്പേ അവർ അറുത്തു. റസൂല് ഈദുൽ അദ്ഹ നിസ്കരിക്കുന്നതിന്റെ മുമ്പേ അവർ അറുത്തു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദബഹ ഖബ്ല അസ്സലാത്തി, ആരെങ്കിലും നിസ്കാരത്തിന്റെ മുമ്പ് അറുക്കുകയാണെങ്കിൽ ഫല്യദ്ബഹ് മകാനഹ ഉഖ്റ, അവനെന്തായിട്ട് നിസ്കാരത്തിന് ശേഷം അതിന്റെ സ്ഥാനത്ത് വേറൊരു മൃഗത്തെ അറുക്കണം, അത് ഉദ്ഹിയത്തായിട്ട് പരിഗണിക്കൂല.
ഇപ്പൊ നിസ്കാരത്തിന് ശേഷമാണ് ഉദ്ഹിയത്ത് അറുക്കേണ്ടത്. കാരണം അത് റസൂലിന്റെ കാലത്ത് റസൂലാണ് ഇമാം അല്ലെ, റസൂലാണ് ഈദുൽ അദ്ഹയുടെ ഇമാം. എല്ലാ സഹാബകളും ഒറ്റ ജമാഅത്ത് നടക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചപ്പുറം വേറെ ജമാഅത്ത് ഉണ്ടാവും. അപ്പൊ അറുക്കുന്ന ആൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ഇപ്പൊ നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് നിസ്കരിച്ചതിന് ശേഷമായിരിക്കണം അറുക്കണം. അല്ല എല്ലാ പള്ളിയിലും എല്ലാ നാട്ടിലെയും ജമാഅത്ത് കഴിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അറുക്കുന്ന ആൾ എന്ത് ചെയ്യണം? നിസ്കാരം കഴിഞ്ഞിരിക്കണം. റസൂൽ എന്ന് പറഞ്ഞതാണ്, അതിന് ആരെങ്കിലും നിസ്കാരത്തിന് മുമ്പ് അറുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ നിസ്കരിക്കുന്നത് അറുത്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ പേരും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അവൻ അറുക്കട്ടെ. ഇന്ന് സഹാബാക്കൾ ഉണർത്തുക. അപ്പൊ അറിവ് തുടങ്ങേണ്ടത് എപ്പോഴാണ്? ബഅദ സ്വലാത്ത്. ഈദുൽ അദ്ഹ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്ഹിയത്ത് അറുക്കേണ്ടത്. അതിന്റെ മുമ്പ് ഒരാൾ അറുത്താൽ എന്ത് ചെയ്യണം? പകരം വേറൊന്ന് അറുക്കണം. അത് ഉദ്ഹിയത്തായിട്ട് പരിഗണിക്കുകയില്ല. കാരണം അത് അവസാനിക്കുന്ന സമയം. പെരുന്നാൾ ദിവസം അറുക്കാം. അതുപോലെ തന്നെ അയ്യാമിൻ ബഅദഹു, അയ്യാമു തശ്രീഖിന്റെ 3 ദിവസം. അത് അവസാനിക്കുന്നത് അയ്യാമു തശ്രീഖിന്റെ 3-ാമത്തെ ദിവസത്തിന്റെ ഗുറൂബ് ശംസ് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അയ്യാമു തശ്രീഖിന്റെ 3-ാമത്തെ ദിവസമല്ലേ, ആ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അതിന്റെ സമയം. പെരുന്നാൾ ദിവസം നിസ്കാരം കഴിയുന്നത് മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. രാത്രിയും പകലും എപ്പോഴും അർക്കാം. പകല് മാത്രമെന്ന് നിബന്ധനയില്ല. രാത്രി അർക്കാം, പകൽ അർക്കാം. ഈ പറയപ്പെട്ട 4 ദിവസത്തിന്റെ ഉള്ളിൽ ഏത് സമയത്തും അർക്കാവുന്നതാണ്. അതിനുശേഷത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നീട്ടാൻ പാടില്ല. ആർക്കെങ്കിലും ഈ പറയപ്പെട്ട സമയത്ത് അറക്കാൻ പറ്റിയിട്ടില്ല, പറയപ്പെട്ട സമയത്ത് അറക്കാൻ പറ്റിയിട്ടില്ല, ഒന്നുകിൽ മറവി കൊണ്ട്, അല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചു, സമയം മാറിപ്പോയി, ദിവസം അങ്ങോട്ടേക്ക് മാറിപ്പോയി, അങ്ങനെ നമ്മുടെ ശറഅ് പരിഗണിക്കുന്നതായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും അറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത ദിവസത്തേക്ക് അറക്കാവുന്നത് ജായിസാണ്. അപ്പൊ നമ്മൾ നിസ്കാരം പോലെ പണ്ഡിതന്മാർ തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത് നിസ്കാരമാണ്. നിസ്കാരം മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയ ഫല്യുസല്ലിഹ ഇദാ ദക്കറാനല്ലേ, എപ്പോഴാണോ അത് ഓർമ്മ വരുന്നത് ആ സമയത്ത് നിസ്കരിക്കണം. അതേപോലെയാണ്. ആ സമയത്ത് എനിക്ക് ഉദ്ഹിയത്ത് അറക്കാൻ പറ്റിയിട്ടില്ല, ശറഅ് അനുവദിക്കുന്നതായ കാരണങ്ങളുണ്ട്, അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഖളാ വീട്ടുന്ന ഉപകാരപ്പെടും. ഒരാൾ മനഃപൂർവ്വം അത് പിന്തിച്ചു, മനഃപൂർവ്വം ആ സമയം കടന്നുപോയി, അദ്ദേഹം അറുത്തിട്ടില്ല, ഓനക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഖളാ വീട്ടാനുള്ള ഖളാ വീട്ടാൻ അത് ഉപകാരപ്പെടില്ല. അത് ഉദ്ഹിയത്തായിട്ട് പരിഗണിക്കുകയില്ല. നാളെ അവൻ കുറ്റക്കാരനാണ്. എത്ര ഖളാ വീട്ടിയാലും അത് പരിഗണിക്കപ്പെടുകയില്ല. അതാണ് അതിന്റെ മസല. മറന്നുപോയത്. അടുത്ത മസല നമ്മുടെ നാട്ടിൽ ഇപ്പൊ അധികമായിട്ട് ഉണ്ടാകുന്ന മസലയാണ്. ഉദ്ഹിയത്ത് അർക്കലാണോ അഫ്ളല്, അതല്ല ആ പൈസ പാവപ്പെട്ട നാട്ടിലേക്ക് സദഖ കൊടുക്കലാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്യുന്നുണ്ട്. അല്ല, ഉദ്ഹിയത്ത് അർക്കൽ പറയുന്നത് എല്ലാവരുടെയും പൈസ കളക്ട് ചെയ്യും, എന്നിട്ട് അതോ പലസ്തീനിലേക്ക് കൊടുത്തത്. അപ്പൊ ഏതാണ് അഫ്ളല്? ഉദ്ഹിയത്ത് അർക്കലാണോ, അല്ല ആ പൈസ സദഖ ചെയ്യലാണോ? അപ്പം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം പറയാണ്, അൽ ഉദ്ഹിയത്തു വൽ ഹദിയു വൽ അഖീഖത്തു അഫ്ളലു മിന സദഖത്തി ബിമാലിഹ. അതിന്റെ സമ്പത്ത് കൊണ്ട് സദഖ ചെയ്യുന്നതിനേക്കാൾ അഫ്ളൽ എന്താണ്? ഉദ്ഹിയത്ത് അറുക്കലാണ്, അല്ലെങ്കിൽ അഖീഖ അറുക്കലാണ്, അല്ലെങ്കിൽ ഹദിയ അറുക്കലാണ്. അതാണ് അഫ്ളൽ, അതാണ് ചെയ്യേണ്ടത്. ആ പൈസ എന്ത് ചെയ്യേണ്ട? സദഖ കൊടുത്താൽ സാധാരണ സദഖയായിട്ട് പരിഗണിക്കും. ഉദ്ഹിയത്താണ് അഫ്ളൽ. ഒരാൾക്ക് സമ്പത്തില്ല, അദ്ദേഹത്തിന് കടം വാങ്ങിയിട്ടും അറക്കാം. ആ കടം വീട്ടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ആ സമയത്ത് ഇപ്പൊ അറക്കേണ്ടത് ആ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടല്ലോ, ആ സമയത്തോണ്ട് പൈസ ഇല്ല, പിന്നെ ഉണ്ടാകാം, അതിനുള്ള സാധ്യതയുണ്ട്, അത് കടം വാങ്ങിയാൽ അത് വീട്ടാനുള്ള സാധ്യത അവന്റെ അടുക്കലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യാം? അറക്കാം. അത്രയും സുന്നത്തും നോക്കലാണ്. കടം വാങ്ങിയിട്ടെങ്കിലും എന്ത് ചെയ്യാം? ഉദ്ഹിയത്ത് അറക്കാം. അടുത്ത മസല നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, 3-ാമത്തെ ഷർത്തായിട്ട് ന്യൂനതകൾ ഇല്ലാത്ത മൃഗങ്ങളായിരിക്കണം. ഒരാള് വാങ്ങി, ബലിമൃഗത്തെ ഉദ്ഹിയത്ത് അറക്കുന്നതിന് വേണ്ടി വാങ്ങിയതിന് ശേഷം അതിനെന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം?
വാങ്ങുന്ന സമയത്ത് നല്ല വില കൊടുത്ത് നല്ല ഉഷാറുള്ള ഒരു ന്യൂനതയില്ലാത്ത സാധനത്തിനാണ് വാങ്ങിയത്. വാങ്ങിയതിന് ശേഷം അതിനെന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചാൽ അത് നടക്കാൻ പറ്റുമല്ലോ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സഹാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്തഅനാ കബ്ശൻ നുളഹി ബിഹി, ഞങ്ങൾ ഉളഹിയത്ത് അറുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ആടിനെ വാങ്ങി. ഫഅസാബ الذئب من അല്യതിഹി ഔ ഉദ്നിഹി, രാത്രി എന്ത് ചെയ്തു, ഒരു ചെന്നായ വന്നിട്ട് അതിനെ കടിച്ചു. ഒന്നുകിൽ അതിന്റെ പിറകു വശം കടിച്ചു, അല്ലെങ്കിൽ അതിന്റെ ചെവി കടിച്ചത്. അപ്പൊ അതിന് ന്യൂനത പറ്റിയല്ലോ, നമ്മൾ പറഞ്ഞ ന്യൂനത വന്നല്ലോ. فسألنا النبي صلى الله عليه وسلم, ഈ മസലയെ സംബന്ധിച്ചുള്ള റസൂൽ പിറ്റേന്ന് രാവിലെ റസൂലിനോട് ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, فأمرنا أن نضحي به, അതിനെ ഉദ്ഹിയത്ത് അറുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചു. അതിനർത്ഥം നമ്മൾ വാങ്ങുമ്പോൾ നല്ല ന്യൂനതകളൊന്നും ഇല്ലാത്ത മൃഗമായിരുന്നു, വാങ്ങിയതിനു ശേഷം ഒരു ചിലപ്പോൾ രോഗം പിടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ന്യൂനതകൾ വന്നു, അപ്പൊ എന്ത് ചെയ്യാം, ആ മൃഗത്തെ അറുക്കാം, അത് അനുവദിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അറുക്കപ്പെട്ട മൃഗം, ആ മൃഗത്തിന്റെ മാംസം, തോല്, എല്ല്, കൊമ്പ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അത് സ്വതക്കായിട്ട് തന്നെ കൊടുക്കണം, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ അറുത്ത ആൾക്ക് കൂലിയായിട്ട് അതിന്റെ തോല് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ശീലമുണ്ട്, അതും പറ്റില്ല. എന്ത് പാടില്ല, കൂലിയായി കൊടുക്കാൻ പറ്റില്ല, മറിച്ച് എന്ത് ചെയ്യാം, സ്വതക്കയോ ഹദിയോ എന്ന നിലയിൽ അറവുകാരൻ അതിന്റെ തോല് കൊടുക്കാം, അല്ലെങ്കിൽ കൊമ്പ് കൊടുക്കാം. അല്ലാതെ അതിന്റെ അറവിന്റെ കൂലിയായിട്ട് ഇത് കൊടുക്കാൻ പാടില്ല. അതിപ്പം അറുത്ത മൃഗത്തിന്റെ മാംസം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, തിന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എടുത്തു വെക്കാം, അല്ലെങ്കിൽ സദഖ ചെയ്യാം, ഹദിയ ചെയ്യാം, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാം. അതല്ലാതെ കച്ചവടം അതിൽ ഹറാമാണ്, അത് പറ്റൂല. ഇത്രയും മസലകളാണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. സാധാരണ നമുക്ക് സംശയം ഉണ്ടാകുന്ന, മറ്റുള്ള ആൾക്കാർ സാധാരണക്കാര് അറിയാൻ വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇത് ഹിസ്യത്തേനി പൊട്ടിച്ച മൃഗം, ഹിസ്യത്തേനി ഇല്ലേ, എന്താ പറയാ, അത് പൊട്ടിച്ച മൃഗം എന്തില്ല, അറുക്കാൻ പറ്റും. അത് ന്യൂനതായിട്ട് പരിഗണിച്ചിട്ടില്ല. ഇത്രയും മസലാണ് എന്ത് ചെയ്തത്, ഒരുമിച്ച് കൂട്ടിയത്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ശരിക്കും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ സുലുസ് പറഞ്ഞിട്ടുണ്ട്, ചേർന്നതില്ല, അതിന് സ്ഥിരപ്പെട്ടതല്ല. 3 ഓഹരി അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കാം, 3 ഓഹരി പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യാം, 3 ഓഹരി സ്വന്തത്തിന് വെക്കാം എന്നൊക്കെ പണ്ഡിതന്മാര്, മതവിന്റെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തല്ല, അതൊന്നും ശരിയായി സ്ഥിരപ്പെട്ടതല്ല.